അമ്മായിയമ്മ ആഭിചാരം ചെയ്തിട്ടാണ് അബോർഷനായി എന്ന് പറഞ്ഞു. ആ മകൻ, ആ അമ്മ, ആ അച്ഛൻ, ഈ പെൺകുട്ടി അവിടെ വെച്ച് തീർന്നാണ്, ആ കുടുംബം തീർന്നു. നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞോളൂ, പക്ഷെ നിങ്ങൾ വേണമെങ്കിലേ ഇത് നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ ചെയ്തതാണെന്ന് അങ്ങ് ഒഴിവാക്കും. ഒരാളുടെ ജീവിതം ഇങ്ങനെ കംപ്ലീറ്റ്ലി പ്രഡിക്റ്റ് ചെയ്ത് വെക്കാമെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ള കാര്യം എനിക്ക് എപ്പോഴും സംശയമുള്ള കാര്യമാണ്. ജാതകത്തിൽ സത്യമുണ്ടോ എന്നൊക്കെ. ഈ ജ്യോതിഷം എന്ന് പറയുന്നത് മേഘയുടെ അഭിപ്രായത്തിൽ എന്താണ്? അപ്പൊ ഞാൻ എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പറഞ്ഞത് എന്നെ പറ്റി പറയുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും സമയം വെച്ചിട്ട് മേഘ കേട്ടിട്ടുണ്ടോ ആയില്യ നക്ഷത്രം അയൽക്കാർക്ക് ദോഷാണെന്ന്? ഒരു ആയില്യ നക്ഷത്രത്തില് ഒരു കുഞ്ഞെവിടെങ്കിലും ജനിച്ചാൽ തൊട്ടടുത്ത വീട്ടുകാര് മഞ്ഞമുളക് കൊണ്ടുവെക്കുക, മലവാഴ കൊണ്ടുവെക്കുക, ആയില്യം കൊല്ലി കൊണ്ടുവെക്കുക. വിശ്വാസികൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു യൂട്യൂബ് ചാനൽ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്. പിന്നെ എവിടെ നിന്നാണ് ഇത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങൾക്കൊരു കാര്യം, ആയില്യം നക്ഷത്രമാണ് പരസ്യമായിട്ട് പറയാൻ പലരും മടിക്കുന്നുണ്ട്. നാളെ ഞാൻ പറഞ്ഞു ആയില്യം. നിങ്ങളുടെ ആയില്യമാണ്? നാളെ ആയില്യം. ചുമ്മാതല്ല, നോക്കിയൊക്കെ വിട്ടല്ലേ അങ്ങനെ പറഞ്ഞു. സത്യത്തിൽ ഈ ടോപ്പിക്ക് അപ്രതീക്ഷിതമായി ഞാൻ എടുത്താണ്. സന്ധിക്കല്ല, ത്രിസന്ധിക്ക് കുളിക്കരുത് എന്നുള്ളൊരു കാര്യമുണ്ട്. നമ്മളെന്നല്ല, ലോകത്ത് ആര് പറഞ്ഞാലും അവരിത് ശരിയാണ് എന്നൊരാൾ പറഞ്ഞാൽ അത് വിശ്വസിച്ചുകൊണ്ട് പണം കളയുമെന്ന് ഒരുപാട് അനുഭവങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടെ പറയാം. ആരെങ്കിലും കൂടുപാത്രമോ ആഭിചാരമോ ചെയ്ത് നശിപ്പിക്കാൻ കളയുമായിരുന്നു എങ്കിൽ കേരളത്തിൽ ആദ്യം നശിപ്പിക്കപ്പെടുന്ന കൂട്ടത്തിലൊരാൾ ഞാനാണ്. കാരണം ഞാൻ എത്രയോ വർഷമായി ഇതിനെതിരെ പറയുകയാണ്. എനിക്ക് എൻ്റെ ലൈഫിൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഫിനാൻഷ്യലി ക്രൈസിസ് ഉണ്ട്. അതെൻ്റെ അഹങ്കാരം കൊണ്ടാണ്. കാരണം ഞാൻ ഇതിനെ കച്ചവടവൽക്കരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ എനിക്കൊരു പ്രശ്നവുമില്ല മേഘെ. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. എന്താണ് എന്നെ തകർക്കാൻ പറ്റാത്ത കൂടുപാത്രത്തിൽ? എൻ്റെ ജാതകം അടക്കം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് ചെയ്യാൻ പറ്റാത്തത്? ഇതെങ്കിലും ഈ ആളുകൾ ഒന്ന് മനസ്സിലാക്കണ്ടേ. ഇതിലെ പ്രശ്നം എന്താ പറയുക? നിങ്ങൾ ആഭിചാരം പറഞ്ഞോളൂ, നിങ്ങൾ കൂടുപാത്രം പറഞ്ഞോളൂ, നിങ്ങൾ ബ്ലാക്ക് മാജിക് പറഞ്ഞോളൂ. പക്ഷെ ഇത് എഫക്റ്റ് ചെയ്യുന്ന എവിടെയാന്ന് വെച്ചാൽ വിശ്വാസിയായിട്ടുള്ള ഒരു കുടുംബത്തെയാണ്. എൻ്റെ വിഷമം അതാണ്. ഞാൻ വിശ്വാസികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരാളാണ്. ഇപ്പൊ നമ്മളോട് നിനക്ക് വിശ്വാസമില്ലേ, നീ വേറെ പണിക്ക് പോടാന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്നുണ്ട്. പക്ഷെ ഞാൻ എന്താ പറയുന്നത്, ഇപ്പൊ ഞാൻ ഹൈന്ദവ വിശ്വാസിയാണ്. ഹൈന്ദവ വിശ്വാസിയായിട്ടുള്ള ഒരാൾ, ഒരു സ്ത്രീ ഒരു ആസ്ട്രോളജറെ സമീപിക്കുമ്പോൾ അയാൾ പറയുകയാണ് നിങ്ങൾക്കെതിരെ ഒരു ആഭിചാരം ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ട്, അത് ചെയ്തിട്ടുള്ളത് ഒരു സ്ത്രീയാണ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പം ആ പെൺകുട്ടി ആ വീട്ടിലുള്ള എല്ലാ സ്ത്രീകളെയും സംശയത്തിന്റെ നിഴലിലായിരിക്കും പിന്നെ കാണുന്നത്. അത് ചിലപ്പോൾ ജ്യേഷ്ഠന്റെ ഭാര്യയായിരിക്കാം, അനുജന്റെ ഭാര്യയായിരിക്കാം, പെങ്ങളായിരിക്കാം, അമ്മായിയമ്മയായിരിക്കാം, കുഞ്ഞമ്മമായിരിക്കാം. ഇതെന്താ പ്രശ്നം അറിയോ? പിന്നെ ഇവരെ ശത്രുതയോടുകൂടി വീക്ഷിക്കും. നമ്മൾ അങ്ങനെ ഒരാളെ കണ്ടാല് എന്താ സംഭവിക്കുക? പിന്നീട് ഇവരുടെ ഈ ബിഹേവിയർ മൊത്തം നമുക്ക് അതാന്ന് തോന്നും. എത്ര കുടുംബങ്ങളാണ് അങ്ങനെ തകർന്നു പോകുന്നത്? ഇത് പറയുന്നവർ പറഞ്ഞു, അവർ പരിഹാരം ചെയ്ത് അങ്ങ് പോകുന്നു. പക്ഷെ ഒരു കുടുംബം, ഒരു വിശ്വാസിയായിട്ടുള്ള ഒരു കുടുംബം ഇതുമൂലം തകർന്ന് തരിപ്പണായിട്ട് പോവാണ്. ഞാൻ പറയുന്നത് തെറ്റാണെന്നാണ്. എന്തിനാണ് അങ്ങനെ ഒരു പരസ്പരം അടിയുണ്ടാക്കുന്നത്? ഈ ആഭിചാരം കൂടുപാത്രം എന്നൊക്കെ പറയുന്ന ഒരു എസ്കേപ്പിസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് നല്ലോണം മദ്യപിക്കുന്ന ഒരു താൻ, എനിക്ക് മിക്കവാറും വരുന്ന എന്നോട് സംസാരിക്കുകയോ എൻ്റെ അടുത്ത് വരുന്നയോ കേസുകളാണ് പറയുന്നത്. മദ്യപാനിയായിട്ടുള്ള ഒരു താൻ, ഇവന്റെ ചേട്ടനുണ്ട്, ഇവന് അനിയനുണ്ട്, ഇവന് അച്ഛനുണ്ട്, ഇവന് ബന്ധുക്കളുണ്ട്, അവരാരും കുടിക്കുന്നില്ല, ഇവൻ പോയി കുടിക്കുകയാണ്. അപ്പോഴായിരിക്കും ഇവന്റെ ഭാര്യ പോയി എവിടെങ്കിലും ഒന്ന് നോക്കുന്നത്. അയാൾ പറയും ഇത് പിന്നെ ആഭിചാരമാണ്, കൈവശമോ കൊടുത്തിട്ടുണ്ട്, ഏതോ ഒരു സ്ത്രീയോ പുരുഷനോ അങ്ങനെ ആരോ ആണ്. അപ്പൊ ഇവൻ രക്ഷപ്പെടുകയാണ്. എങ്ങനെ രക്ഷപ്പെടുന്നു? ഇത് ഞാൻ കാരണമല്ലല്ലോ. ആരോ കൂടുപാത്രം ചെയ്തിട്ട് ഞാൻ കുടിക്കുകയാണല്ലോ, ആരോ കൈവശം ചെയ്തിട്ട് ഞാൻ കുടിക്കുകയാണല്ലോ. അപ്പൊ അത് അവനെ രക്ഷപ്പെടുത്താനുള്ള മാർഗമാണ്. ഇതൊരു വലിയ അപകടകരമായ മാർഗമാണ്. ആ കുടുംബത്തില് ഈ ഭാര്യയും വിചാരിക്കും കണ്ടോ മറ്റവർ ചെയ്തുകൊണ്ടാണ് എൻ്റെ ഭർത്താവ്, എന്നാൽ ഇവൻ മര്യാദയ്ക്ക് ജീവിക്കേണ്ടവൻ കുടിച്ച് നശിച്ചു പോവാണ്, കടം മേടിച്ച് നശിച്ചു പോവാണ് എന്ന് അവനും ചിന്തിക്കത്തില്ല, അവരും ചിന്തിക്കത്തില്ല. ഒരു കുടുംബമാണ് ഇല്ലാതാവുന്നത്. എന്തിനാണ് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്? അത് തെറ്റല്ലേ? അവന്റെ അഹങ്കാരമാണ്. കുടിക്കാത്തവരാരാ ഉള്ളത്? ഇത് എവിടെ വരെ കുടിക്കണം? നമുക്ക് ജോലി ചെയ്തിട്ട് നമ്മുടെ ജീവിതം നോക്കിയിട്ട് നമ്മൾ കുടിക്കണം എന്നുള്ളതിനപ്പുറം കുടിക്കാൻ വേണ്ടി നമ്മൾ ജീവിക്കുന്ന ലെവലിലേക്ക് പോയിട്ട് അത് മറ്റൊരാൾ ആഭിചാരം ചെയ്താണ്, കൂടുപാത്രം ചെയ്താണെന്ന് പറഞ്ഞിട്ട് ഒരു കഥയില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ഇന്ത്യക്ക് വെളിയിൽ നിന്നാണ് എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, ചേട്ടാ ഞാൻ അബോർഷനായി, ഞാൻ ഒരു ആളെ കണ്ടു, നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു അമ്മായിയമ്മ ആഭിചാരം ചെയ്തിട്ടാണ് അബോർഷനായി എന്ന് പറഞ്ഞു. നോക്കൂ, ആ കുടുംബം തീരാണ്. ആ കുടുംബം, ആ മകൻ, ആ അമ്മ, ആ അച്ഛൻ, ഈ പെൺകുട്ടി
അവിടെ വെച്ച് തീർന്നാണ്, ആ കുടുംബം തീർന്നു. ഒരു ഹിന്ദു കുടുംബമാണ്, എന്തിനാണ് ഇങ്ങനെ തീർക്കാൻ നിൽക്കുന്നത്? അപ്പൊ ഞാൻ ആ കുട്ടിയെടുത്ത് പറഞ്ഞു, മോളെ എന്നാ പിന്നെ ആശുപത്രിയിലൊക്കെ ഈ കൂടുപാത്രക്കാരൻ ആരാന്ന് വെച്ചാൽ അയാളെ കൊണ്ടിരുത്തിയാൽ പോരെ, ശരീരം മുറിയാതെ അകത്തെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ സർജറി ഒക്കെ ആളെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൂടി. അപ്പൊ ആ കുട്ടി പറഞ്ഞു, അല്ല ചേട്ടൻ ഇങ്ങനെ പറയുമെന്ന് എനിക്കറിയാം, ചേട്ടന്റെ സ്വഭാവം വെച്ചിട്ട് ഇങ്ങനെ തന്നെ പറയും, പക്ഷെ ഞാൻ പറഞ്ഞത് അതല്ല, ആ ആൾ എന്നോട് രണ്ടാമത് പറഞ്ഞ കാര്യവും വലിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്താ? അത് ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാവും എന്ന് പറഞ്ഞു, ഇന്ന് വഴക്കുണ്ടായി. ഞാൻ ചോദിച്ചാൽ എന്താ സംഭവം? അല്ല ഞാൻ രാവിലെ പറഞ്ഞു നിങ്ങളുടെ തള്ള വലിയ കൂടാത്രക്കാരിയല്ലേ, വഴക്കുണ്ടാവില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഈ വിഷയം എവിടെയാണ്? മറ്റത് മനസ്സിലിരിക്കുമ്പോൾ ഇനിയും എനിക്ക് തോന്നുന്നില്ല അതൊരു ഇമ്പമുള്ള കുടുംബമാകും എന്ന് തോന്നുന്നില്ല. കാരണം ആ കുട്ടിയുടെ മനസ്സിൽ അമ്മായിയമ്മ ഒരു ആഭിചാരക്കാരിയായി മാറിക്കഴിഞ്ഞു. നാളെ ഇനി അമ്മായിയമ്മ ചെന്ന് നോക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ അമ്മയോ ആ പെൺകുട്ടിയുടെ ബന്ധുക്കളോ ആണ് ഇത് ചെയ്തത് എന്ന് ഒരാൾ പറയും. അപ്പൊ എന്ത് സംഭവിക്കുക? ആ കുട്ടി അമ്മായിയമ്മയുടെ ശത്രുവായി മാറി. ആ കുടുംബം എന്തായി? ഇത് ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞോളൂ, പക്ഷെ നിങ്ങൾ വേണമെങ്കിൽ ഇത് നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ ചെയ്തതാണെന്ന് അങ്ങ് ഒഴിവാക്കുക. എവിടോ ഉള്ള ആരെങ്കിലും ചെയ്ത, അല്ല സീരിയസ്ലി പറയാണ്, ഞാനിത് ഡെയിലി കേൾക്കുന്നതുകൊണ്ട് പറയാണ്, ഇത് ഭയങ്കര അപകടകരമായ ഒരു പറച്ചിലാണ്. ഇത് പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, ഞാനീ പറഞ്ഞുകൊണ്ടും മാറുമെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഈ ജാതകത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, ഇപ്പൊ ഒരാൾ ജനിക്കുന്ന അയാളുടെ സമയം, ജനന സമയമൊക്കെ വെച്ച് ജാതകം എഴുതുന്നു. അപ്പോൾ ഒരാളുടെ ജീവിതം ഇങ്ങനെ കംപ്ലീറ്റ്ലി പ്രഡിക്റ്റ് ചെയ്ത് വെക്കാമെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ള കാര്യം എനിക്ക് എപ്പോഴും സംശയമുള്ള കാര്യമാണ്. ജാതകത്തിൽ സത്യമുണ്ടോ എന്നൊക്കെ. ഈ ജ്യോതിഷം എന്ന് പറയുന്നത് മേഘയുടെ അഭിപ്രായത്തിൽ എന്താണ്? പ്രഡിക്ഷൻ എന്നാണോ? പ്രഡിക്ഷൻ എന്നല്ല, ഈ സ്റ്റാറിന്റെ ഒക്കെ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ശരിക്കും ജ്യോതിഷം ഒരു പ്രഡിക്ഷൻ അല്ല. ജ്യോതിഷം എന്ന് പറയുന്നത് പ്രോബബിലിറ്റീസ് ആണ്, സാധ്യതകളുടെ പഠനമാണ് ജ്യോതിഷം. അതായത് ഉദാഹരണമായിട്ട് ഇപ്പൊ എനിക്കിപ്പം ഞാൻ ഉത്രട്ടാതി നാളാണ്, മീനക്കൂറാണ്. എനിക്കിപ്പം 7.5 ശനിയിൽ ജന്മശനി എന്ന് പറഞ്ഞൊരു കാര്യമാണ്. ഏറ്റവും മോശം പീരീഡുകളിൽ ഒന്നാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകാനിടയുള്ള ഏറ്റവും മോശം പീരീഡുകളിൽ ഒന്നാണ് ഈ കാലം. ഈ സമയത്ത് എനിക്ക് അപവാദങ്ങൾ കേൾക്കാൻ സാധ്യത ഭയങ്കര കൂടുതലാണ്. ഏതെങ്കിലും തരത്തിൽ ചിലപ്പോൾ നമ്മൾ ഇപ്പൊ ചെയ്ത കുറ്റം പോലും ആയിരിക്കണമെന്നില്ല, എന്തെങ്കിലും ചെയ്ത കാര്യം പോലും ചിലപ്പോൾ നമ്മളെ വേണേ കണക്ട് ചെയ്തുകൊണ്ട് പറഞ്ഞ് അപവാദങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നൊരു, അങ്ങനെ ഉണ്ടാകാനിടയുള്ള ഒരു കാലമാണിപ്പോൾ. ഫിനാൻഷ്യലി ഭയങ്കര ക്രൈസിസും അപ്രതീക്ഷിതമായി ചെലവുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. പ്രകൃതിക്ഷോഭമൊക്കെ മൂലം ഓരോ ജാതകങ്ങൾക്ക് ഓരോന്നാണ് പറയുന്നത്, ഞാൻ എൻ്റെ ജാതകത്തിന്റെ പറയുന്നത്. പ്രകൃതിക്ഷോഭം മൂലം നാശനഷ്ടങ്ങൾ ഉണ്ടാകുക, വാഹന അപകടങ്ങൾ സംഭവിക്കുക, അങ്ങനത്തെ കാലമാണ് എനിക്കിപ്പോൾ ഉള്ളത്. അപ്പൊ ഞാനിപ്പോൾ എന്ത് വേണമെന്നറിയൂ? വാഹനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം, വേണേ ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചില്ലേലും ഒന്നുമില്ല. ഞാനൊരു വിശ്വാസിയാണ്, നീ ശ്രദ്ധിച്ചു, അതിനെന്താ പ്രശ്നം? അപ്പൊ ശ്രദ്ധിച്ചാലും സംഭവിക്കും അല്ല, അതാണ് വിശ്വാസി കണ്ണി കൊള്ളാനുള്ള പുരോഗതി കൊണ്ടുപോയി എന്ന് പറയും. അപവാദം കേൾക്കാൻ സാധ്യതയുണ്ട്, വളരെ ശ്രദ്ധിച്ചോണം. ഇപ്പൊ ആരോട് സംസാരിക്കുമ്പോഴും എന്ത് പറയുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഒന്ന് ആലോചിക്കണം, ഇത് വേണോ ചെയ്യണോ? നീ വേണമെങ്കിൽ ആലോചിക്കുക. ഇപ്പൊ ചിലർക്ക് 12-ൽ വ്യാഴം സഞ്ചരിക്കുന്നത് ജ്യോതിഷ ടെക്നിക്കൽ ലാംഗ്വേജ് ആണ്. ആ സമയത്ത് സാമ്പത്തികമായ വലിയ ബാധ്യത വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ ആവശ്യമില്ലാത്ത ഇൻവെസ്റ്റ്മെന്റുകൾക്ക് പോകാതിരിക്കുക. നിങ്ങൾ വിശ്വാസിയല്ലയോ, ഇതെല്ലാം ചെയ്തോളുക. ആര് നിർബന്ധിക്കുന്നു? അപ്പൊ ഞാൻ എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പറഞ്ഞത് എന്നെ പറ്റി പറയാൻ പറ്റും. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും സമയം വെച്ചിട്ട് ജ്യോതിഷത്തിന് നോക്കുന്നതിന് അതിൻ്റെതായ ഒരു നിയമമുണ്ട്. ഇപ്പൊ പലരും വിചാരിക്കും ജ്ഞാനദൃഷ്ടിയിൽ നിങ്ങളുടെ കാര്യങ്ങൾ കണ്ടാലുടൻ അറിയാൻ പറ്റും. വെറുതെയാണ്, അങ്ങനത്തെ ഒന്നും അറിയാനൊന്നും പറ്റില്ല, അങ്ങനെ ഒരു കാര്യമൊന്നുമില്ല. ഇതിന് ജ്യോതിഷമാണെങ്കിൽ, മറ്റു കാര്യങ്ങളല്ല, ജ്യോതിഷത്തിന് ജ്യോതിഷത്തിൻ്റെതായ നിയമമുണ്ട്. അതിനുള്ള ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ബർത്ത് പ്ലേസും ജനന സ്ഥലവും വേണം. കാരണം ജനനസ്ഥലം മാറുന്നതനുസരിച്ച് ജാതകം മാറും. അപ്പൊ ഇതെടുത്തിട്ട് അവരുടെ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് മേഘ പറയുന്നത്. അതൊരു പഠിക്കുമ്പോ ജാതകത്തിൽ എഴുതി വെച്ചതുപോലെ അങ്ങനെയല്ല, അതാണ് പ്രോബബിലിറ്റീസ് ആണ്. സംഭവിക്കും എന്നല്ല, സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. മുൻകരുതലുകൾ എടുത്താൽ മാറ്റാൻ കഴിയുന്ന സൂചനകളാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളുടെ ജാതകം എടുത്തിട്ട് ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് സമയം എന്ന് നോക്കിയിട്ട് ആ സമയത്ത് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ജ്യോത്സ്യന് പറഞ്ഞു തരാൻ പറ്റും. വേണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ ശ്രദ്ധിക്കണ്ട, അതിനെന്താ? ഇത് വേറൊരാളെ ബാധിക്കുന്നതല്ല. ഇതിനെ 2 രീതിയിൽ കൈകാര്യം ചെയ്യാം. ഇപ്പൊ എനിക്ക് 7.5 ശനിയാണ്. ഇപ്പൊ ഞാൻ പോയി നോക്കുമ്പോൾ എന്നോടൊരു ജ്യോത്സ്യന് പറയാം, ഭയങ്കര അപവാദം വരാൻ പോകുന്നുണ്ട്, ഭയങ്കര വാഹനാപകടം വരാൻ പോകുന്നുണ്ട്, ഒരു 30,000 രൂപ കൊണ്ട് തന്നില്ലെങ്കിൽ നിങ്ങൾ ഈ 6 മാസത്തിനുള്ളിൽ മരിച്ചു പോകും എന്നും പറയാം. അല്ലെങ്കിൽ ഇപ്പൊ 7.5 ശനിയാണ്, വണ്ടി ഓടിക്കുന്നതൊക്കെ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം,
ആവശ്യമില്ലാതെ അമിത വേഗതയിലൊന്നും പോകരുത്, മദ്യപിച്ചൊന്നും വണ്ടി ഓടിക്കരുത്, ഫോണൊന്നും ഉപയോഗിച്ചുകൊണ്ടൊന്നും അധികം വണ്ടി ഓടിക്കാതിരിക്കാൻ നോക്കുക, ഒത്തിരി സാഹസികമായ ഡ്രൈവിംഗ് ഒക്കെ കുറച്ചൊന്ന് കുറയ്ക്കുക, പിന്നെ അയ്യപ്പ ക്ഷേത്രത്തിലൊന്ന് പോയി അർച്ചന നീരാജനം ഒക്കെ നടത്തി ഒന്ന് പ്രാർത്ഥിക്കുക, മാസത്തിൽ ശനിയാഴ്ച ഇതും പറഞ്ഞു കൊടുക്കുക, മറ്റത് പറഞ്ഞു കൊടുക്കുക, മറ്റത് പറഞ്ഞു കൊടുത്താൽ കുറച്ച് കാശ് കിട്ടും, ഇത് പറഞ്ഞു കൊടുത്താൽ കിട്ടുന്ന ദക്ഷിണ കിട്ടും. അതെ. അപ്പോൾ ഈ രാഹുകാലം പോലുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ആ പെൺകുട്ടി ക്രിസ്ത്യൻ വിശ്വാസിയായിരുന്നു. കല്യാണം കഴിച്ചത് ഒരു ഹൈന്ദവ വിശ്വാസത്തിൽപ്പെട്ട ഒരാളായിരുന്നു. അപ്പോൾ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു കല്യാണം. ആ പുള്ളിയുടെ വീട്ടുകാർ രാഹുകാലത്ത് തന്നെ കല്യാണം കഴിക്കണം എന്നുള്ള നിർബന്ധത്തിലായിരുന്നു. ഇവക്ക് അതിനോട് ഒരു താല്പര്യം. ഈ കുട്ടി ക്രിസ്ത്യനാണ്, മറ്റേയാൾ വിശ്വാസിയല്ല, പക്ഷെ കുടുംബം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാരാണ്. വിശ്വാസികളാണോ രാഹുകാലത്ത് കെട്ടണമെന്ന് പറഞ്ഞേ? ഒഴിവാക്കി കെട്ടണം, സോറി. അപ്പൊ 12:30 മുമ്പ് കെട്ടണം, 12:30 രാഹുകാലം തുടങ്ങും, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഈ കുട്ടിക്ക് ഇത് എങ്ങനെ 12 മണിക്ക് തുടങ്ങുമെന്നായിരിക്കാം സമയം കൃത്യമായി 12 മണിക്കാണ്, ബുധനാഴ്ച ആയിരിക്കും. കാരണം രാഹുകാല സമയം തുടങ്ങുന്നത് ഓരോ ദിവസം ഓരോ സമയത്തിൽ 12:30 തുടങ്ങുന്നില്ല, 12 മണിക്ക്. അപ്പൊ ഈ കുട്ടി എനിക്ക് ആ സമയത്ത് തന്നെ കല്യാണം കഴിക്കണം എന്ന് നിർബന്ധം പിടിച്ച് ആ സമയത്ത് കല്യാണം കഴിച്ചു. അതിനുശേഷം അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടുള്ളത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്കുള്ള ഡൗട്ടാണ്, ഇപ്പോൾ രാഹുകാലത്തിൽ വിശ്വസിക്കുന്നവർക്ക് അത് ഫലിക്കുമായിരിക്കും, വിശ്വസിക്കാത്തവർക്ക് അത് ഫലിക്കില്ലായിരിക്കും. അങ്ങനെ ഇതില് തോമസ് ഐസക് ആണെന്നാണ് എന്റെ അറിവ്. അദ്ദേഹത്തിന്റെ മകളുടെയോ മകന്റെയോ കല്യാണം, എന്റെ ഓർമ്മ തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, എന്റെ അറിവ് ശ്രീ തോമസ് ഐസക് ആണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ മകളുടെയോ മകന്റെയോ കല്യാണം രാഹുകാലത്താണ് നടത്തിയത് എന്ന് പറഞ്ഞ് അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയോ മാധ്യമങ്ങളൊക്കെ വാർത്ത ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ രാഹുകാലത്ത് കല്യാണം നടത്തരുത് എന്ന് ജ്യോതിഷത്തിലെ ഒരു ഗ്രന്ഥത്തിലുമില്ല. അങ്ങനെ സാധനമില്ല. രാഹുകാലത്ത് കല്യാണം നടത്തരുതെന്നോ, രാഹുകാലത്ത് ശുഭകരമായ കാര്യങ്ങൾ ചെയ്യരുതെന്നോ, വീട് ഗൃഹപ്രവേശ ചടങ്ങ് നടത്തരുതെന്നോ, അങ്ങനെയുള്ള ഒരു മുഹൂർത്ത പരിപാടികൾക്കും രാഹുകാലം ഒഴിവാക്കണം എന്ന് ജ്യോതിഷത്തിൽ പറഞ്ഞിട്ടില്ല. ഞാൻ അന്നൊരു ആർട്ടിക്കിൾ എഴുതിയാണ്. ഒന്നാമത് ശ്രീ തോമസ് ഐസക് അദ്ദേഹം ഒരു വിശ്വാസിയല്ല. 2, അദ്ദേഹം ഒരു ഈവൻ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ക്രിസ്തുമത വിശ്വാസത്തിൽ ജീവിക്കുന്ന ആളായിരിക്കാം. അവരൊരിക്കലും മുഹൂർത്തം നോക്കിയല്ല കല്യാണം നടത്തുന്നത്. പിന്നെ എന്ത് സ്പെഷ്യാലിറ്റിയാണ് അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം രാഹുകാലത്ത് നടത്തിയതെന്ന് ചോദിച്ചിട്ട് ഞാൻ അന്ന് ഒരു ഇത് എഴുതി. ഇപ്പൊ താങ്കൾ പറഞ്ഞില്ലേ രാഹുകാലത്ത് നടത്തി അവരുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാവുന്നു. അത് എല്ലാ ജീവിതത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് മേഘേ, സ്വാഭാവികമായിട്ട് അവരുടെ ജീവിതത്തിലും ഉണ്ടാവും. പക്ഷെ ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഇതിന് താഴെ ചിലപ്പോൾ കമന്റ് വരും. എന്ന് വെച്ചാൽ ഞാൻ വെല്ലുവിളിച്ചുകൊണ്ടാണ് പറയുന്നത്, ജ്യോതിഷത്തിലെ ഒരു ഗ്രന്ഥത്തിലും രാഹുകാലം വിവാഹ മുഹൂർത്തത്തിന് എടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. രാഹുകാലത്തെ പറ്റി ആകെ പറയുന്നത് നിങ്ങൾ യാത്ര പുറപ്പെടുന്നത് രാഹുകാലമാണെങ്കിൽ ഒന്ന് ഒഴിവാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതാ ഞാൻ പറഞ്ഞത്. ഇതിൽ പ്രശ്നം എവിടെന്നറിയോ, യഥാർത്ഥത്തിൽ പറയുന്നത് എന്ത്, ഈ ആളുകൾ വിശ്വസിച്ചിരിക്കുന്നത് എന്ത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. എനിക്കെതിരെയുള്ള ഏറ്റവും വലിയ വിമർശനം എന്താണെന്നറിയോ, ഞാൻ ഈ റിയാലിറ്റി തുറന്നു പറയും. ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞ വഴിക്ക് എന്നോട് പറഞ്ഞു അവര് കല്യാണം കഴിച്ചു, അവർക്ക് ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, അത് മതി എനിക്ക് കേട്ടോ, രാഹുകാലത്തിന് കല്യാണം കഴിച്ചുകൊണ്ടാണ് ജീവിതത്തിൽ പ്രശ്നം എന്ന് എനിക്ക് വേണമെങ്കിൽ പറഞ്ഞുകൂടെ, അത് വെച്ച് എനിക്ക് സ്ഥാപിച്ചുകൂടെ. പക്ഷെ തെറ്റാണ്. രാഹുകാലത്ത് വിവാഹം കഴിക്കരുത് എന്ന് ജ്യോതിഷത്തിൽ ഒരു ഗ്രന്ഥത്തിലും ഇല്ല മേഘേ. ഇങ്ങനെയുള്ള അബദ്ധമായ ചില ധാരണകൾ പണ്ട് മുതലേ ആളുകൾ വെച്ച് സൂക്ഷിക്കുന്നുണ്ട്. രാഹുകാലം യാത്ര പുറപ്പെടുന്നതിന് ഒഴിവാക്കണമെന്നേ ഉള്ളൂ, ബാക്കി ഒന്നിലും പറയുന്നില്ല. അതുപോലെയാണ് മേഘ കേട്ടിട്ടുണ്ടോ ആയില്യ നക്ഷത്രം അയൽക്കാർക്ക് ദോഷമാണെന്ന്? ഒരു ആയില്യ നക്ഷത്രത്തില് ഒരു കുഞ്ഞെവിടെങ്കിലും ജനിച്ചാൽ തൊട്ടടുത്ത വീട്ടുകാര് മഞ്ഞമുളക് കൊണ്ടുവെക്കുക, മലവാഴ കൊണ്ടുവെക്കുക, ആയില്യം കൊല്ലി കൊണ്ടുവെക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ കുഞ്ഞിങ്ങനെ വളർന്നു വരുമ്പോൾ എത്രമാത്രം കോൺഫിഡൻസ് ഇല്ലാതായിരിക്കും ആ കുഞ്ഞൊരു വിശ്വാസിയാണെങ്കിൽ വളർന്നു വരുന്നത്. കാരണം എൻ്റെ നക്ഷത്രം കാരണമാണല്ലോ അവരത് കാരണം ഇതെന്നും കാണുന്നല്ലേ, ഇത് മറച്ചു വെക്കുന്ന ഒരു കാര്യമല്ലല്ലോ. അവരുടെ വീടിന്റെ ഈ കുട്ടി ജനിച്ച വീടിന്റെ സൈഡിലേക്ക് നോക്കി അവരുടെ വീടിന്റെ പോർഷനിൽ കൊണ്ടുവന്നൊരു മുള വെക്കുമ്പോൾ ഇത് വളർന്നു വരുമ്പോൾ നീ ആയില്യം ആയതുകൊണ്ടാണ് അവിടെ മുള വെച്ചേക്കെന്ന് പറയുമ്പോൾ ഈ കുട്ടിയുടെ കോൺഫിഡൻസ് ലെവൽ എത്രമാത്രം താഴോട്ടായിരിക്കും പോകുന്നത്. ഞാൻ ഉത്തമ ബോധ്യത്തോടു കൂടി പറയുകയാണ്, വിശ്വാസികൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു യൂട്യൂബ് ചാനൽ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ജ്യോതിഷത്തിലെ ഒരു ഗ്രന്ഥത്തിൽ പോലും ആയില്യം നക്ഷത്രക്കാർ അയൽക്കാർക്ക് ദോഷം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടേ ഇല്ല. പിന്നെ എവിടെ നിന്നാണ് ഇത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇത് ഞാൻ പറയുമ്പോ നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഇറങ്ങി പോകാന്ന് പറയണം. വിശ്വാസമുള്ള നീ ഇത് ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിലെ കൊണ്ട് കാണിക്ക്. ഞാൻ അത്യാവശ്യം, ഞാൻ പറഞ്ഞ ഭയങ്കര സംഭവ പണ്ഡിതനൊന്നുമല്ല, അത്യാവശ്യം ഈ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇല്ലാത്തൊരു കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ അതില്ലെന്ന് പറയണ്ടേ മേഘേ? ഉറപ്പായിട്ടും പറയണം.
ഇത് എത്ര കുട്ടികളും എത്ര കുടുംബങ്ങളും ആണ് വിഷമത്തോടുകൂടി കഴിയുന്നത്. ആയില്യ നക്ഷത്രം, നിങ്ങൾക്കൊരു കാര്യം അറിയാം, ആയില്യ നക്ഷത്രമാണ് പരസ്യമായിട്ട് പറയാൻ പലരും മടിക്കുന്നുണ്ട്. ഇതുകൊണ്ടുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് എന്നോട് ശത്രുതയുള്ള ഒരു കുട്ടി അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോയപ്പോ എന്നോട് ഒരാള് ചോദിച്ചു, നാളെ ഏതാ? ഞാൻ പറഞ്ഞു ആയില്യം. നിങ്ങളുടെ ആയില്യം? നാളെ ഏതാ? ആയില്യം. ചുമ്മാതല്ല, നോക്കിയൊക്കെ വിട്ടല്ലേ, അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ സത്യത്തിൽ ഈ ടോപ്പിക്ക് അപ്രതീക്ഷിതമായി ഞാൻ എടുത്താണ്. ഒരിക്കലും നിങ്ങൾ ആയില്യാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. നിങ്ങൾ ആ ചോദ്യം പോലും എന്നോട് ചോദിച്ചിരുന്നില്ല. ഇത് വേണമെങ്കിൽ എന്റെ ജ്ഞാനദൃഷ്ടിയാണെന്ന് പറഞ്ഞിരിക്കാം. അപ്പം ഇത് ശരിക്കും താങ്കളൊരു ഹൈന്ദവ വിശ്വാസി അല്ലാത്തത് കൊണ്ടായിരിക്കാം അത്രയും എഫക്ട് ചെയ്യാത്തത്. ഇത് വലിയ അപകടകരമായ ഒരു സാധനമാണ്. ശരിക്കും എന്താണെന്നറിയോ, ഈ ആയില്യ നക്ഷത്രക്കാരെ പറ്റി ഇങ്ങനെ പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം. നമുക്ക് ഈ ഓരോ നക്ഷത്രങ്ങൾക്ക് ഓരോ ക്യാരക്ടർ പറഞ്ഞിട്ടുണ്ട്. ഓരോ അതിൽ ആയില്യക്കാരുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഇവരൊത്തിരി മുഖത്ത് നോക്കി അങ്ങ് അടിച്ചു കളയും. എന്നുവെച്ചാൽ ഉള്ള കാര്യം അങ്ങ് പറയും. ഇവർക്ക് ഈ തെറ്റാണെങ്കിൽ തെറ്റാന്ന് പറഞ്ഞില്ലെങ്കിൽ ഇവർക്ക് അങ്ങോട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ വെറുതെ തർക്കിച്ച് കളയും ആവശ്യമില്ലാതെ. ഞാൻ നിങ്ങളുടെ ക്യാരക്ടറാണെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് പറയല്ല, എനിക്കറിയില്ല. പക്ഷെ പൊതുവില് വെറുതെ തർക്കിക്കുക, വെറുതെ എല്ലാവരുമായിട്ടൊന്നും ഒന്നും കംഫർട്ടബിൾ ആയിട്ട് അവർ പോകത്തില്ല. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഇവരെ സംബന്ധിച്ചുണ്ട്. അപ്പൊ ചിലപ്പോൾ വഴക്കുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇവരോടിപ്പം ഇഷ്ടപ്പെടാത്ത ഒരാളെ പോയി അന്ന് കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ടൊന്ന് ഇത് ചെയ്യണേ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അതിൽ ഡ്രമാറ്റിക്കലായിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ലാഭത്തിന് വേണ്ടി അതൊന്ന് ചെയ്യണമേ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ഉള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആയില്യം നക്ഷത്രക്കാർക്ക് അയൽപക്കത്ത് ദോഷാന്ന് പണ്ടെപ്പോഴോ എവിടെങ്കിലും ആരെങ്കിലും പറഞ്ഞ ഒരു കാര്യം വെച്ചിട്ട് ഇങ്ങനെ കുറേ സാധനമുണ്ട്. ചിത്തിര പറന്നാൽ അത്തറ തോണ്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവമുണ്ട്. എന്റെ അച്ഛൻ ചിത്തിരയാണ്. എന്റെ അച്ഛൻ ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ എന്തെങ്കിലും ഒരു കാര്യം നശിപ്പിച്ച് കളഞ്ഞിട്ടില്ല. അപ്പൊ ഇതൊക്കെ വെറുതെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. അത് റിയാലിറ്റി അല്ല. അതൊന്നാണ് രാഹുകാലം. അതെ. അതുപോലെ ഈ പൂച്ച കുറുകെ ചാടുക, അതുപോലെ കാലുമേ കാല് കയറ്റി വെക്കാൻ പാടില്ല, ഇങ്ങനെ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഇതും ഇതുപോലുള്ള കാലുമേ കാല് കയറ്റി വെക്കുന്ന വെച്ചാൽ പണ്ടത്തെ ആദ്യത്തൊക്കെ ഉള്ള ഒരു കാലുമേ കാല് കയറ്റി വെക്കുന്ന അഹങ്കാരമാണെന്നൊക്കെ പണ്ട് പറഞ്ഞു വെച്ച. ഇപ്പൊ എനിക്കൊന്ന് പലർക്കും നടുവിനൊക്കെ പ്രശ്നമുള്ളത് കൊണ്ട് കുറച്ച് സപ്പോർട്ടീവായിട്ട്. അതുപോലെ കൈ തലയെ കെട്ടിയിരുന്ന അമ്മയ്ക്ക് ദോഷമാണ് എന്നൊക്കെ പറയില്ലേ. ചിലപ്പോ എന്താ പറയാ, ഇതിനകത്തൊക്കെ ചില എന്തെങ്കിലും ഒരു ഘടകങ്ങൾ ഉണ്ടാവും. എന്നുവെച്ചാൽ ഇപ്പൊ എന്നാ പറയാ, കാലാട്ടരുത് കട്ടിലിരുന്നെന്ന് പറയുമ്പോൾ അതിന്റെ അടിയിൽ പഴയ കോളാമ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിലപിടിപ്പുള്ള കാര്യങ്ങളോ വെച്ചിട്ടുണ്ട്. അതുപോലെ ഒത്തിരി കാര്യങ്ങൾ ആ തരത്തില് അതേപോലെ സമാനമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എനിക്കൊന്ന് സൂര്യ ടി വിയിലാണെന്ന് തോന്നുന്നു, ഒരു കുട്ടി ഒരു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഈ സന്ധ്യയ്ക്ക് ശേഷം സ്ത്രീകൾ കുളിക്കരുത്, പുറത്ത് നിന്ന് കുളിക്കരുത്, അങ്ങനെ എന്തോ ഒരു അല്ല കുളിക്കരുത് എന്നുള്ളൊരു വിശ്വാസം ഏതോ ഒരു സ്ഥലത്താ. അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. അമ്മൂമ്മ, ഈ കുട്ടിക്ക് ഒരു അമ്മൂമ്മയുണ്ട്. അപ്പൊ ഈ കുട്ടി വൈകിട്ട് 6 മണിക്കാണ് ജോലി കഴിഞ്ഞ് വരുന്നത്. ആ സമയത്ത് തന്നെ ഈ കുട്ടി പോയി കുളിക്കും. സന്ധ്യക്കല്ല, ത്രിസന്ധ്യക്ക് കുളിക്കരുത് എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പൊ അമ്മൂമ്മ ഇത് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ചേട്ടാ അമ്മൂമ്മയെ വിളിച്ചിട്ട് ഒന്ന് പറയുമോ, അല്ലെങ്കിൽ ടി വിയിൽ അതൊന്ന് പറയുകയോ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മോളെ ഇത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഈ വെളിച്ചം മാറി ഇരുട്ട് വീഴുന്ന ഒരു ടൈമാണ്. പണ്ട് ഈ ബൾബും അതൊന്നും ഇല്ലാത്ത കാലത്ത് വല്ല പുറത്തായിരുന്നു കുളിമുറി, മറപ്പുരകളൊക്കെ പുറത്തായിരുന്നല്ലോ. അകത്തൊക്കെ പിന്നീട് വന്നല്ലേ. അപ്പൊ അന്ന് നിങ്ങൾ സന്ധ്യ കഴിഞ്ഞിട്ട് കഴിവതും മറപ്പുരകളിലൊന്നും പോയി കുളിക്കാൻ നിൽക്കണ്ട. കാരണം ഒന്ന് ഇഴജന്തുക്കൾ, പിന്നെ പലതരത്തിലുള്ള പല ടൈപ്പ് ഓഫ് ആളുകൾ ഉണ്ടാവാം. അതുകൊണ്ടൊക്കെ ഒരു പക്ഷെ പറഞ്ഞായിരിക്കാം. ഇന്നിപ്പോ വീടിനുള്ളിലാണ് കുളിമുറികൾ ഉള്ളത്. പിന്നെ വെട്ടം ആവശ്യത്തിലധികവും ഉണ്ട്. അതുകൊണ്ട് പണ്ടത്തെ ഒരു കാലത്ത് അമ്മൂമ്മ വിശ്വസിച്ചിരുന്ന ഒരു കാര്യമായിരിക്കാം മോളോട് പറയുന്നത്. ഇത് വേറെ ആരെയും ബാധിക്കുന്ന ഒരു കാര്യമല്ല. മോക്ക് ഇതിൽ 2 ഓപ്ഷനാണ്. ഒന്ന്, അമ്മൂമ്മ ഇതുവരെ വിശ്വസിച്ചിരുന്നത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് അമ്മൂമ്മയായിട്ട് തർക്കിക്കാം. അമ്മൂമ്മയ്ക്ക് അത് മാനസികമായ ഒരു വിഷമം ഉണ്ടാവും. കാരണം അമ്മൂമ്മ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ മോൾക്കൊന്നും സംഭവിക്കരുത് എന്നുള്ളത് കൊണ്ടാണ്. ഒരുപക്ഷെ അങ്ങനെ കുളിച്ചാൽ ചിലപ്പോൾ എൻ്റെ കൊച്ചുമകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, അവരുടെ ജീവിതത്തിന് മോശം ഉണ്ടാവുമോ, അവർക്ക് വല്ല ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാവുമോ, അവളുടെ വിവാഹ ജീവിതം മുടങ്ങുമോ, അവർക്ക് വല്ല ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവുമോ, അവർക്ക് കുഞ്ഞുങ്ങൾ അത് മാത്രമാണ് ഈ അമ്മൂമ്മയ്ക്ക്. അല്ലാതെ ഈ അമ്മൂമ്മയ്ക്ക് എന്ത്? ഞാൻ പറയാം, മക്കളെ, അമ്മൂമ്മയുടെ ഒരു വിശ്വാസം അതാണെങ്കിൽ മോള് 6 മണിക്ക് വന്നിട്ട് അമ്മൂമ്മയുടെ ചോദിക്കുക, എപ്പോഴാ അമ്മൂമ്മേ ഈ ത്രിസന്ധ്യ കഴിയുന്നതെന്ന് ചോദിക്കുക. അത് കഴിയുന്ന എപ്പോഴാന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് കുളിച്ചേക്കുക, പ്രശ്നം തീർന്നില്ലേ. ഒരു അമ്മൂമ്മയാണ്, പ്രായമുള്ളതാണ്, എന്തിനാണ് തർക്കിക്കാൻ പോകുന്നത്? മറ്റൊരാളെ ബാധിക്കാത്തൊരു പ്രശ്നമാണ്. ഒരു അല്പസമയം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിയാൽ തീരുന്ന കാര്യമുള്ളൂ. അതിൽ ഇത്രയും പ്രായമുള്ള ഒരു അമ്മൂമ്മയുടെ ഒരു വിശ്വാസത്തെ, അമ്മൂമ്മയുടെ വിശ്വാസം വെച്ചാൽ അമ്മൂമ്മയ്ക്ക് ദോഷം വരും എന്നുള്ള വിശ്വാസം അല്ല, കൊച്ചുമകൾക്കൊന്നും സംഭവിക്കരുത്
എന്ന് അമ്മൂമ്മ ചിന്തിക്കുന്നത് കൊണ്ടാണ്. അതെന്തിനാണ് തർക്കിക്കുന്നത്? അപ്പൊ ഞാനിതാ പറഞ്ഞു, ഈ ചില കാര്യങ്ങളിൽ ഇപ്പൊ തലയെ കൈവച്ചാൽ, ഇപ്പൊ സന്ധ്യ കഴിഞ്ഞ് നഖം വെട്ടരുത് എന്ന് പറയും. ചിലപ്പോ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ വെളിച്ചമൊന്നും ഇല്ലാതിരുന്ന സമയത്ത് വെട്ടുമ്പോൾ മുറിവ് പറ്റാൻ സാധ്യത കൂടുതലാണ്. സൂര്യപ്രകാശം ഉള്ളപ്പോൾ നമുക്ക് കുറച്ചുകൂടി വിസിബിലിറ്റിയാണ്, അപ്പൊ ആ പ്രശ്നം വരുന്നില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം. നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുക. എന്തിനാണ് വേറൊരാൾക്ക് ഒരു വിഷമം ഉണ്ടാകുന്ന രീതിയിൽ അത് ചെയ്യുന്നത്? ഒഴിവാക്കപ്പെടാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. അതെ. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് ഈ നമുക്ക് അടുപ്പമുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും വരും എന്നുള്ള പേടിയുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും അടുപ്പമുള്ള എൻ്റെ ക്ലോസ് ഫ്രണ്ട്സോ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ളവരാരും മരണപ്പെട്ടിട്ടില്ല. എൻ്റെ അച്ഛമ്മ മരിക്കുന്നത് ഞാൻ 5ലോ 6ലോ പഠിക്കുമ്പോഴാണ്. എനിക്ക് അത്ര ഓർമ്മയൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഭയമാണ് എൻ്റെ വീട്ടിൽ ആരെങ്കിലും മരിച്ചു പോകുന്നത്. അപ്പോൾ ഇന്നൊരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് നീ ഇന്ന് ഇത് ചെയ്തില്ലെങ്കിൽ നാളെ നിന്റെ ഇന്ന ആള് മരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ പേടിക്കുമായിരിക്കും. അങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് ഈ അവിശ്വാസികൾ കുറെയൊക്കെ വിശ്വാസികളായി മാറുന്നത്. അതാണ് ഞാൻ പറഞ്ഞ, മേഘ ഇപ്പം വിശ്വാസിയല്ല. പക്ഷെ മേഘ കല്യാണം കഴിച്ചൊരു കുഞ്ഞൊക്കെ ആയി കഴിയുമ്പോൾ നിങ്ങൾ അറിയാണ്ട് നിങ്ങളൊരു വിശ്വാസിയായി മാറും. കാരണം കുഞ്ഞിന്റെ കാര്യം പറഞ്ഞാൽ ആർക്കും ആരെയും പേടിപ്പിക്കും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, എനിക്കിപ്പം സംസാരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഉള്ളിൽ ഭയമുണ്ട്, എൻ്റെ അടുത്ത ബന്ധുക്കൾക്ക്, എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ പിന്നെ എങ്ങനെ ആയിരിക്കും ഞാൻ ജീവിക്കുക എന്നൊരു ഭയമില്ലേ? വെറുതെയാണ് കുഞ്ഞ്, നമ്മൾ ജീവിക്കും. ഞാൻ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഞാനും എൻ്റെ അച്ഛനുമായിട്ട് ഭയങ്കര ആത്മബന്ധം. അത് ചിലപ്പം അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. പക്ഷേ എൻ്റെ നാട്ടുകാർക്കും എൻ്റെ വീട്ടുകാർക്കും എൻ്റെ സുഹൃത്തുക്കൾക്ക് അറിയാവുന്ന കാര്യം. ഞാൻ എവിടെയെങ്കിലും പോയി ഒരു നല്ല ഫുഡ് കഴിച്ചാൽ എൻ്റെ പിന്നെ അടുത്ത ലക്ഷ്യം അച്ഛനെയും കൊണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ അവിടെ പോയി ഫുഡ് കഴിപ്പിക്കുക. എൻ്റെ ഒരു എന്താ പറയുക, ഒരാഗ്രഹം അതാ. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ എന്നോട് പറയും, ഈ ഉമ്മച്ചൻ സമദാനന്ദു എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കുറേ ഫ്രണ്ട് സർക്കിളുണ്ട്. ഇവരൊക്കെ എന്നോട് പറയാം, നീ ഇങ്ങനെ അങ്ങ് ആവരുത്, കാരണം അച്ഛൻ എന്തെങ്കിലും പറ്റിപ്പോയാൽ പിന്നെ നിനക്ക് എന്തെങ്കിലും പ്രഷറൊക്കെ വന്നിട്ട് സംഭവിക്കും എന്നൊക്കെ. അപ്പം ഞാനും ഇത് ചിന്തിച്ചിട്ടുണ്ട്. കാരണം എന്തെങ്കിലും പറ്റിപ്പോയാൽ മിക്കവാറും എൻ്റെ കാര്യത്തിലും പോക്കാണെന്നൊക്കെ. പക്ഷെ എന്ത്, അച്ഛൻ മരിച്ചു, 3 വർഷമാകുന്നു, ഞാൻ ജീവിക്കുന്നുണ്ട്. അപ്പം എല്ലാ ദിവസവും അച്ഛനെ ഓർക്കുന്നു എന്ന് ചോദിച്ചാൽ ചില ദിവസങ്ങളിൽ ചിലപ്പോൾ ഓർക്കാതെയും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ടാവാം. അപ്പം ഞാൻ മേഘയെടുത്തും പറയുന്നത് എത്രേ ഉള്ളൂ, ഇപ്പോൾ ഉള്ളപ്പോൾ അവരെ മാക്സിമം സ്നേഹിക്കുക. അവരില്ലാതായാൽ നമ്മൾ ജീവിക്കത്തില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. നമ്മൾ ജീവിക്കും. പിന്നെ ഉള്ള സമയം വഴക്കുണ്ടാക്കാതെ അവർക്ക് സന്തോഷം കൊടുത്ത് അവരെ സമാധാനിപ്പിച്ച് അവർക്ക് എന്താണോ നമ്മളിൽ നിന്ന് കൊടുക്കാൻ കഴിയുന്നത്, നാളെ നമുക്കൊരു കുറ്റബോധം തോന്നാത്ത രീതിയിൽ എന്താണോ കൊടുക്കാൻ കഴിയുന്നത് അത് കൊടുക്കുക. അതെ. എൻ്റെ അച്ഛാമ്മ പണ്ട് പുറത്തുപോയി ഈ ആർത്തവമുള്ള സമയത്ത് പുറത്തുപോയി കറിവേപ്പില ഒടിക്കരുത്, ചെടിയിൽ തൊടരുത്, അതിൽ തൊടരുത്, അവിടെ ഇരിക്കരുത് എന്നൊക്കെ അച്ഛാമ്മ പണ്ട് പറയുമായിരുന്നു. അങ്ങനെയൊക്കെ ഇപ്പോഴും ഉണ്ട്. അവിടെ ഇരിക്കരുത്, അവർക്ക് കഴിക്കാൻ പ്രത്യേകം ഇതിലൊക്കെ വല്ല കാര്യമുണ്ടോ? ഇപ്പൊ അങ്ങനെയൊക്കെ പ്രാക്ടിക്കൽ ആണോ എന്ന് എനിക്ക് സംശയം ഉണ്ട്. അത്തരത്തിലുള്ള വീടുകളുണ്ട്. കിണറ്റിൽ നിന്ന് വെള്ളം കോരരുത്, വെള്ളം കഴിക്കാനും കുടിക്കാനും സെപ്പറേറ്റ് പാത്രം, കിടക്കാൻ പായ, പ്രത്യേക മുറി ഇപ്പോഴും ഉണ്ട്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, എൻ്റെ ഒപ്പം ഒരു മാധ്യമ പ്രവർത്തകയാണ്. ആ കുട്ടിക്ക് വീട്ടിൽ പോയി നിൽക്കാൻ പേടിയാണ്. പീരീഡ്സ് ആകുമ്പോൾ അവൾക്ക് എത്ര വേഗം അവൾ തിരിച്ച് ഹോസ്റ്റലിൽ വന്ന് നിൽക്കും. കാരണം വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, വെള്ളം പോലും എടുത്ത് കുടിക്കാൻ പറ്റില്ല. ഇപ്പോഴും ഉണ്ട്. ഇതില് ഇതിനൊരു കാര്യം ഞാൻ പറയട്ടെ. ഇപ്പം ഒരു വ്രതം എടുക്കുന്ന ഒരാൾ, ശരിക്കും ഞാൻ ഇത് കേൾക്കുന്ന പ്രായമുള്ള ആളുകളും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ്. ഒരു വ്രതം എടുക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ശബരിമലയിൽ വ്രതം എടുക്കുന്ന ഒരാൾ, അയാൾക്ക് സെപ്പറേറ്റ് പാത്രത്തിലാണ് കൊടുക്കുന്നത്. നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന പാത്രത്തിലൊന്നും കൊടുക്കാറില്ല. കുളിച്ചിട്ട് മാത്രം വന്നിട്ടേ അയാൾ എന്തെങ്കിലും ആഹാരം കഴിക്കാൻ വേണ്ടി ഇരിക്കുള്ളൂ. പുറത്തു പോയാലും വന്ന് കുളിച്ചിട്ട് വീട്ടിൽ കയറണം എന്നുണ്ട്. അത് അയാൾക്ക് കൊടുക്കുന്ന പരിഗണനയാണോ അയാളെ അകറ്റി നിർത്തലാണോ?